എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടോക്സിക് റിലീസ് തീയതി മാറ്റി. അതുപോലെ ഇന്ന് രാത്രിയും നാളെയും OTT റിലീസ് ചെയ്യുന്ന സിനിമകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മദൻ സംവിധാനം ചെയ്ത് അനശ്വര രാജൻ, അഭിഷാൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ OTT റിലീസ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. തിയേറ്ററുകളിൽ ശ്രദ്ധിക്കപ്പെട്ട ഈ ചിത്രം ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ് വഴിയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. മാർച്ച് 6-ന്, അതായത് നാളെ രാത്രി മുതൽ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. മലയാളത്തിന് പുറമെ തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി എന്നീ 5 ഭാഷകളിലായി ചിത്രം ലഭ്യമാവുന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. കിഷോർ പാണ്ഡുരംഗ് ബലേക്കർ സംവിധാനം ചെയ്ത് വിജയ് സേതുപതി, അരവിന്ദ് സ്വാമി, അതിഥി റാവു ഹൈദരി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഏറ്റവും പുതിയ ചിത്രമാണ് ഗാന്ധി ടോക്സ്. സംഭാഷണങ്ങളില്ലാത്ത ഒരു സൈലന്റ് ഡാർക്ക് കോമഡി എന്ന പ്രത്യേകതയോടെ എത്തിയ ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് AR റഹ്മാനാണ്. തിയേറ്ററുകളിൽ വ്യത്യസ്തമായ ഒരു സിനിമാനുഭവം സമ്മാനിച്ച ഈ ചിത്രം ഇപ്പോൾ OTT റിലീസിന് തയ്യാറെടുക്കുകയാണ്. മാർച്ച് 6 മുതൽ പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ ZEE5 വഴി ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും. തമിഴ്, തെലുഗു, മലയാളം എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ ചിത്രം പ്രേക്ഷകർക്ക് ലഭ്യമാകും. സജിൽ മമ്പാട് സംവിധാനം ചെയ്ത് സാഗർ സൂര്യ, അല്ലമീൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ത്രില്ലർ സിനിമയാണല്ലോ ഡെർബി. പ്രകമ്പനം എന്ന ചിത്രത്തിന് ശേഷം ഈ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. മികച്ച ആക്ഷൻ രംഗങ്ങളും ത്രില്ലർ അനുഭവവും വാഗ്ദാനം ചെയ്യുന്ന ഈ ചിത്രം സിനിമാ പ്രേമികൾ ഏറെ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം മാർച്ച് 27-ന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുകയാണ്. മികച്ചൊരു തിയേറ്റർ അനുഭവം തന്നെയാകും ഈ ചിത്രം സമ്മാനിക്കുക എന്ന് അണിയറ പ്രവർത്തകർ ഉറപ്പു നൽകുന്നു. സൈജു ശ്രീധരൻ സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രമായെത്തുന്ന ഏറ്റവും പുതിയ ടൈം ട്രാവൽ സിനിമയാണല്ലോ മുൻപേ. ടൊവിനോയുടെ കരിയറിലെ തന്നെ ഏറെ വ്യത്യസ്തമായൊരു പരീക്ഷണ ചിത്രമായിരിക്കും ഇതെന്ന് ഇതിനോടകം തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രേക്ഷകർക്ക് തികച്ചും പുതുമയുള്ളൊരു സിനിമാനുഭവം നൽകാൻ ഒരുങ്ങുന്ന ഈ ചിത്രം വലിയ ആവേശത്തോടെയാണ് സിനിമാ ലോകം കാത്തിരിക്കുന്നത്. അങ്ങനെ ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മെയ് അവസാനത്തോടെ ആരംഭിക്കും. മികച്ച സാങ്കേതിക മികവോടെ ഒരുങ്ങുന്ന ഈ ചിത്രം ടൊവിനോ ആരാധകർക്ക് വലിയൊരു വിരുന്ന് തന്നെയാകുമെന്ന് ഉറപ്പാണ്. അനിൽ കപൂർ നായകനായി ആമസോൺ പ്രൈമിലൂടെ ഡയറക്റ്റ് OTT റിലീസിന് ഒരുങ്ങുന്ന ഇന്ത്യൻ സിനിമയാണല്ലോ സുബൈദാർ. ചിത്രം മാർച്ച് 5-ന്, അതായത് ഇന്ന് രാത്രി 12 മണി മുതൽ ആമസോൺ പ്രൈം വീഡിയോസ് വഴി OTT റിലീസ് ചെയ്യുമെന്നിപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഹിന്ദിക്ക് പുറമെ തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി, മലയാളം ഭാഷകളിലും ചിത്രത്തിന്റെ OTT റിലീസ് ഉണ്ടാവും. ഗൈ റിച്ചി സംവിധാനം ചെയ്ത് ഫിനസ് ടിഫിൻ കേന്ദ്ര കഥാപാത്രമായെത്തുന്ന ഏറ്റവും പുതിയ വെബ് സീരീസ് ആണല്ലോ യങ് ഷെർലക്. കോളിൻ ഫിർത്ത്, ജോസഫ് ഫിനസ് തുടങ്ങി വൻ താരനിര അണിനിരക്കുന്ന ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ഷെർലക് ഹോംസിന്റെ ചെറുപ്പകാലത്തെ ആവേശകരമായ കഥയാണ് പറയുന്നത്. ലോകമെമ്പാടുമുള്ള ക്രൈം ത്രില്ലർ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ സീരീസ് ഇപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. സീരീസിന്റെ എല്ലാ എപ്പിസോഡുകളും ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോസ് വഴി സ്ട്രീമിംഗ് ലഭ്യമാണ്. ഇംഗ്ലീഷ് കൂടാതെ മലയാളം, തമിഴ്, തെലുഗു, ഹിന്ദി, കന്നഡ എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ ഈ സീരീസ് ഇപ്പോൾ പ്രേക്ഷകർക്ക് ആസ്വദിക്കാവുന്നതാണ്. തമിഴരസൻ പച്ചമുത്ത് സംവിധാനം ചെയ്ത് ധനുഷ് കേന്ദ്ര കഥാപാത്രമായെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണല്ലോ D56. ലബർ പന്ത് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം തമിഴരസൻ ഒരുക്കുന്ന സിനിമയായതിനാൽ തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് സിനിമാ ലോകം ഈ പ്രഖ്യാപനത്തെ നോക്കിക്കാണുന്നത്. ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഒരു മാസ് എന്റർടൈനർ ആയിരിക്കും ഈ ചിത്രമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. താരനിർണയത്തെക്കുറിച്ചും മറ്റ് അണിയറ പ്രവർത്തകരെക്കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ധനുഷിന്റെ കരിയറിലെ തന്നെ മറ്റൊരു ശ്രദ്ധേയമായ കഥാപാത്രത്തെ ഈ ചിത്രത്തിലൂടെ കാണാനാകുമെന്ന ആവേശത്തിലാണ് ആരാധകർ. വെങ്കി അറ്റ്ലൂരി സംവിധാനം ചെയ്ത് സൂര്യ, മമിത ബൈജു എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണല്ലോ വിശ്വനാഥ് ആൻഡ് സൺസ്. ഒരു പക്ക ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ ആയിരിക്കും ഈ ചിത്രമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ചിത്രത്തിന്റെ റിലീസ് ചെയ്ത പോസ്റ്ററുകൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കഴിഞ്ഞു. സൂര്യയുടെയും അമിതയുടെയും കെമിസ്ട്രിയും ചിത്രത്തിന്റെ പോസിറ്റീവ് വൈബും പ്രേക്ഷകർക്കിടയിൽ മികച്ച പ്രതീക്ഷയാണ് നൽകുന്നത്. ശ്രീലങ്ക ചന്തുസായി സംവിധാനം ചെയ്ത് ദിവ്യ ശ്രീപത, അഭയ് നവീൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തിയ ഏറ്റവും പുതിയ തെലുഗു ചിത്രമാണല്ലോ ചരിത കാമാക്ഷി.
തിയേറ്ററുകളിൽ റിലീസ് ചെയ്തപ്പോൾ മികച്ച പ്രേക്ഷക പ്രതികരണം നേടിയ ചിത്രം ഒടുവിൽ OTT റിലീസിന് തയ്യാറെടുക്കുകയാണ്. പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ ETV വിനാണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം മാർച്ച് 5-ന്, അതായത് ഇന്ന് അർദ്ധരാത്രി 12 മണി മുതൽ ETV വിൻ വഴി OTT സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. നിലവിൽ തെലുഗു ഭാഷയിലാണ് ചിത്രം ലഭ്യമാവുന്നത്. നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനായെത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ പാൻ ഇന്ത്യൻ ചിത്രമാണല്ലോ ജയിലർ 2. ആദ്യ ഭാഗത്തിന്റെ വൻ വിജയത്തിന് ശേഷം എത്തുന്ന ഈ രണ്ടാം ഭാഗത്തിനായി സിനിമാ ലോകം വലിയ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത്. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഇതിഹാസ താരങ്ങൾ ഒന്നിക്കുന്നു എന്നതാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചിത്രത്തിന്റെ അവസാന ഷെഡ്യൂളിൽ രജനീകാന്ത്, ഷാരൂഖ് ഖാൻ, മോഹൻലാൽ, ശിവരാജ് കുമാർ എന്നിവർ ഒന്നിച്ചുള്ള മാസ് രംഗങ്ങൾ ചിത്രീകരിക്കുമെന്ന ആവേശകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 1000 കോടി ക്ലബ്ബ് ലക്ഷ്യമിടുന്നതിനേക്കാൾ ഉപരിയായി പ്രേക്ഷകർക്ക് മുൻപെങ്ങും ലഭിക്കാത്ത വിധത്തിലുള്ള ഒരു മികച്ച സിനിമാനുഭവം നെൽസൺ സമ്മാനിക്കുമെന്ന് അണിയറ പ്രവർത്തകർ ഉറപ്പു നൽകുന്നു. ജിതിൻ സുരേഷ് ടി സംവിധാനം ചെയ്ത് ഇന്ദ്രജിത് സുകുമാരൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഏറ്റവും പുതിയ മലയാളം ആക്ഷൻ ത്രില്ലർ സിനിമയാണല്ലോ ധീരം. മികച്ച പ്രകടനവും ഉദ്വേഗജനകമായ കഥാസന്ദർഭങ്ങളും കൊണ്ട് തിയേറ്ററുകളിൽ ശ്രദ്ധിക്കപ്പെട്ട ഈ ചിത്രം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ പ്രേമികൾക്ക് ഒരു മികച്ച അനുഭവമായിരുന്നു സമ്മാനിച്ചത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രത്തിന്റെ OTT റിലീസ് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ സൺനെക്സ്റ്റ് ആണ് സിനിമയുടെ ഡിജിറ്റൽ അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. മാർച്ച് 6 മുതൽ ചിത്രം മലയാളം ഭാഷയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത് റോക്കി ബായ് യശ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമാണല്ലോ ടോക്സിക്. KGF പരമ്പരയ്ക്ക് ശേഷം യശ് നായകനായെത്തുന്ന ചിത്രമെന്ന നിലയിൽ ആഗോളതലത്തിൽ തന്നെ വലിയ പ്രഖ്യാപനത്തോടെയാണ് ഈ സിനിമയുടെ ജോലികൾ ആരംഭിച്ചത്. ഒരു ഗാങ്സ്റ്റർ ആക്ഷൻ ഡ്രാമയൊരുങ്ങുന്ന ഈ ചിത്രത്തിനായി സിനിമാ ലോകം ഒന്നടങ്കം വലിയ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത്. എന്നാൽ ചിത്രത്തിന്റെ റിലീസിനെ സംബന്ധിച്ച് പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തുവരുന്നത്. GCC മേഖലയിലെ നിലവിലെ യുദ്ധ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് സിനിമയുടെ റിലീസ് നീട്ടിവെച്ചിരിക്കുകയാണ്. മുൻപ് നിശ്ചയിച്ചിരുന്ന തീയതിയിൽ നിന്നും മാറ്റി ജൂൺ 4-ന് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാനാണ് അണിയറ പ്രവർത്തകർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആദിത്യധർ സംവിധാനം ചെയ്ത് രൺവീർ സിംഗ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ചിത്രമാണല്ലോ ധുരന്ധർ 2. രൺവീർ സിംഗിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ആക്ഷൻ പരീക്ഷണങ്ങളിൽ ഒന്നായിരിക്കും ഈ ചിത്രമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ചിത്രത്തിന്റെ റിലീസ് സംബന്ധിച്ച പുതിയ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. മറ്റു വലിയ റിലീസുകളില്ലാത്ത ഒരു ഓപ്പൺ ഗ്രൗണ്ട് ലഭിക്കുന്നത് ബോക്സ് ഓഫീസിൽ ചിത്രത്തിന് വലിയ ഗുണമാവുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ചിത്രത്തിന്റെ ട്രെയിലർ മാർച്ച് 6-ന് മുന്നേ പുറത്തിറങ്ങിയില്ലെങ്കിൽ സിനിമയുടെ റിലീസ് വൈകുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. കാത്തിരിക്കാം ധുരന്ധർ 2 കൂടുതൽ അപ്ഡേറ്റ്സിനായി. ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ വിലായത്ത് ബുദ്ധ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രത്തിന്റെ OTT റിലീസ് സംബന്ധിച്ച ആവേശകരമായ വാർത്തകൾ ഇപ്പോൾ പുറത്തുവരികയാണ്. പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ ആമസോൺ പ്രൈം വീഡിയോസ് ആണ് സിനിമയുടെ ഡിജിറ്റൽ അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. അടുത്ത ആഴ്ച, അതായത് മാർച്ച് 2-ാം വാരത്തോടെ ചിത്രം പ്രൈം വീഡിയോസ് വഴി സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ബിജു മേനോൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ വലതുവശത്തെ കള്ളൻ. തികച്ചും വ്യത്യസ്തമായ പ്രമേയവുമായി എത്തിയ ചിത്രം തിയേറ്ററുകളിൽ മികച്ചൊരു സിനിമാനുഭവം സമ്മാനിച്ചിരുന്നു. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രത്തിന്റെ OTT റിലീസ് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ സോണി ലിവാണ് സിനിമയുടെ ഡിജിറ്റൽ അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ മാർച്ച് മാസത്തിൽ തന്നെ ചിത്രം സോണി ലിവിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഒഫീഷ്യൽ OTT റിലീസ് തീയതി പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാവും.